BPAG 172 ഗവർണൻസ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസിൻ്റെ മലയാളം ക്ലാസ്സാണ് നിങ്ങൾക്കിവിടെ കേൾക്കാൻ കഴിയുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഗ്ലോബലൈസേഷൻ, റോൾ ഓഫ് സ്റ്റേറ്റ്, മാർക്കറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി. എക്സാക്റ്റ് ടെക്സ്റ്റ് വായിച്ച് നമ്മൾ മീനിങ് പറഞ്ഞു പോകാതെ ഓരോ ചാപ്റ്ററിൻ്റെയും കണ്ടൻ്റ് ആയിരിക്കും നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. അതിൽ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് ഗ്ലോബലൈസേഷൻ്റെ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, ഗ്ലോബലൈസേഷൻ്റെ ജനസിസ്, പിന്നെ പെർസ്പെക്റ്റീവ്സ്, എക്കണോമിക് പെർസ്പെക്റ്റീവും സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവും, അതുപോലെ ഗ്ലോബലൈസേഷൻ ആൻഡ് ദ സ്റ്റേറ്റ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ദ മാർക്കറ്റ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ദ സിവിൽ സൊസൈറ്റി. ഇത്രയുമാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്കുള്ളത്. നമുക്ക് തുടങ്ങാം. ഗ്ലോബലൈസേഷൻ എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്ലോബലൈസേഷൻ ഈസ് എ മൾട്ടി ഡയമെൻഷണൽ ഫിനോമിനൻ ഇൻക്രീസിംഗ്ലി അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ, പൊളിറ്റിക്കൽ, cultural and technological changes that have reduced the national boundaries and strengthened the transnational movements of goods, services and capital. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡയമെൻഷനിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഫിനോമിനൻ ആണ്. അതെന്ന് പറഞ്ഞാൽ കൂടുതലായും ബന്ധപ്പെട്ടിരിക്കുന്നത് സോഷ്യൽ, പൊളിറ്റിക്കൽ, സാമൂഹികം, രാഷ്ട്രീയം, കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ്, ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തിന് കാരണമായി? അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർവരമ്പ് കുറച്ചിട്ട് രാജ്യങ്ങൾ കടന്നുള്ള ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഒക്കെ ഒഴുക്കിന് കാരണമായി. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മളത് മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സർവീസും ഗുഡ്സും അതുപോലെ ക്യാപിറ്റലും എല്ലാം ഇങ്ങനെ ഒഴുകി എത്താനുള്ള കാരണം ഗ്ലോബലൈസേഷനാണ്. അതുപോലെ അത് എന്തിന് കാരണമായി? രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി കുറച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒഴുക്ക് സാധ്യമായത്. ഈ ഒരു പ്രവർത്തനത്തിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഇത് തന്നെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഗ്ലോബലൈസേഷൻ ഈസ് എ മൾട്ടി ഡയമെൻഷണൽ ഫിനോമിനൻ ഇൻക്രീസിംഗ്ലി അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ദാറ്റ് ഹാവ് റെഡ്യൂസ്ഡ് the national boundaries and strengthen the transnational movements of goods, services and capital. നമുക്ക് പിന്നെയും പറയാം, ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എ വേൾഡ് എക്കോണമി ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഒരു രാജ്യത്തിൻ്റെ എക്കോണമി മറ്റുള്ള വേൾഡിലുള്ള എക്കോണമീസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണെന്ന് പറയാം. ഇറ്റ് ഈസ് ദ വേർഡ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഇൻ്റർഡിപെൻഡൻസ് ഓഫ് വേൾഡ് എക്കോണമീസ്. വേൾഡ് ഇൻ്റർഡിപെൻഡൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണെന്ന് നമുക്ക് ഗ്ലോബലൈസേഷനെ പറയാം. ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാം. ഇനി നമുക്കിവിടെ ടെക്സ്റ്റിൽ വേറൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡ്യുവൽ പ്രോസസ് ഷ്രിങ്കിങ് ഓഫ് ദ സ്റ്റേറ്റ് ഡ്യൂ ടു അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജി ആൻഡ് decision taken in one place of the world impacting the other part of the world with high speed connectivity and compression of the world into a global village. ഈ ഡെഫിനിഷനിൽ ഗ്ലോബലൈസേഷനെ ഒരു ഡ്യുവൽ പ്രോസസ്സ്, രണ്ട് ഭാഗങ്ങളുള്ള ഒരു പ്രോസസ്സായിട്ടാണ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാജ്യം ചുരുങ്ങിക്കൊണ്ട്, എന്തുകൊണ്ടാണ് അവിടെ ചുരുക്കം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ടെക്നോളജിയിലുണ്ടാകുന്ന അഡ്വാൻസ്മെൻറ്റ്, പുരോഗതി കാരണം. അതുപോലെ ആ ഒരു രാജ്യത്തെടുക്കുന്ന തീരുമാനങ്ങൾ ആ വേൾഡിലുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ തന്നെ എത്തുകയും അതിൻ്റെ ഇമ്പാക്റ്റ്, റിസൾട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ എത്തുകയും. എന്തുകൊണ്ടാണ്? അവിടെ ഹൈ സ്പീഡ് കണക്ടിവിറ്റി, ഇൻ്റർനെറ്റ് പോലെയുള്ള പുതിയ ടെക്നോളജി വന്നതോടുകൂടി അങ്ങനെ ഒരു സ്ഥലത്ത് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ലോകത്തിലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലും ഇമ്പാക്റ്റ് ചെലുത്താൻ കഴിയുന്നത് കൊണ്ട് നമ്മുടെ വേൾഡിനെ ഒരു ചെറിയൊരു ഗ്ലോബൽ വില്ലേജാക്കി കംപ്രസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്നാണ് ഇവിടെ ഒരു ടെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഗ്ലോബലൈസേഷൻ. അത് പഠിച്ചെഴുതുന്നത് നന്നായിരിക്കും. ഇറ്റ് ഈസ് എ ഡ്യുവൽ പ്രോസസ് ഷ്രിങ്കിങ് ഓഫ് ദ സ്റ്റേറ്റ് ഡ്യൂ ടു അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജി ആൻഡ് decision taken in one place of the world impacting the other part of the world with a high speed connectivity and compression of the world into a global village. പിന്നെ നമുക്ക് ഈ ഗ്ലോബലൈസേഷൻ്റെ ജനസിസ്, എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ ഒറിജിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റോബർട്ട്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഈ ജനസിസിൻ്റെ സ്ട്രക്ചർ കൊണ്ടുവന്നിരിക്കുന്നത്.
ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1400-നും 1750-നും ഇടയ്ക്കാണ്. ഈ സ്റ്റേജിനെ ജെർമിനൽ ഫേസ് എന്നാണ് വിളിക്കുന്നത്. അതായത് എൻഡ് ഓഫ് ക്രൈസ്റ്റൻഡം ആൻഡ് റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. ഒരു ദേശീയത ഉയർന്നു വന്ന ഒരു സാഹചര്യം, അതായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. 1750 മുതൽ 1875 വരെ ദ ഇൻസിപ്പിയൻ്റ് ഫേസ് എന്നാണ് പറയുന്നത്. അവിടെ ഇൻ്റർനാഷണലിസവും യൂണിവേഴ്സലിസവും ഉണ്ടായി. ആ ഫേസിൽ ഇൻ്റർനാഷണലിസവും യൂണിവേഴ്സലിസവും ഉണ്ടായി. 1875 മുതൽ 1925 വരെയാണ് ദ ടേക്ക് ഓഫ് ഫേസ്. അതായത് ഒരു കോൺസെപ്റ്റ് വന്നു, അതായത് വേൾഡ് ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആണെന്നൊരു കോൺസെപ്റ്റ് വന്നു. അടുത്ത ഫേസ് എന്ന് പറയുന്നത് 1969 മുതൽ 1992 വരെയാണ്. അത് സ്ട്രഗിൾ ഫോർ ഹെജിമണി എന്ന് പറയുന്നു. ആ സമയത്താണ് ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻസും UN നേഷൻസൊക്കെ വരുന്നത്. അതായത് എമർജൻസ് ഓഫ് തേർഡ് വേൾഡൊക്കെ ഉണ്ടായത് ഈ സമയത്താണ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദ അൺസർട്ടനിറ്റി ഫേസ്, അതായത് അനിശ്ചിതത്വം, ആ കാലഘട്ടമാണ് അടുത്ത. അപ്പോഴത്തേക്കും ഗ്ലോബലൈസേഷൻ എന്ത് ചെയ്തു, വളർന്ന് പന്തലിച്ചു. നമുക്ക് സ്പേസ് എക്സ്പ്ലോറേഷനും സ്പേസ് ടെക്നോളജിയും അക്നോളജ്മെൻറ്റ് ഓഫ് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് പ്രോബ്ലംസും എല്ലാം സാധ്യമായി. ഗ്ലോബൽ മീഡിയയും എല്ലാം സാധ്യമായി. ഇങ്ങനെ ഒരു 4 സ്റ്റേജിലൂടെയാണ് ഗ്ലോബലൈസേഷൻ്റെ ജനസിസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഗ്ലോബലൈസേഷൻ്റെ ഉണ്ടാകാനായിട്ട് കുറച്ച് കാരണങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ദ കൊളാപ്സ് ഓഫ് USSR, അതുപോലെ സ്റ്റേറ്റ് സോഷ്യലിസം, USSRൻ്റെ തകർച്ചയും സോഷ്യലിസം തകർന്നതും, അതുപോലെ ദ കൊളാപ്സ് ഓഫ് USSR ആൻഡ് സോഷ്യലിസം, ബ്രേക്ക് ഡൗൺ ഓഫ് ബെർലിൻ വോള്, അതുപോലെ റൈസ് ഓഫ് ലിബറലിസം ഇൻ വെസ്റ്റേൺ കൺട്രീസ്, ഡീറെഗുലേഷൻ ആൻഡ് ബഡ്ജറ്റ് കട്ട്സ്, ഡീറെഗുലേഷൻ ഓഫ് ബാങ്കിങ് സിസ്റ്റം, ലിബറേഷൻ ഓഫ് ട്രേഡ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്രോത്ത് ഓഫ് ടെക്നോളജി, എക്സ്പാൻഷൻ ഓഫ് മൾട്ടിനാഷണൽ ആൻഡ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ്. ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷൻ്റെ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പോസ്റ്റ് ഗ്ലോബലൈസേഷന് ശേഷം എന്താ സംഭവിച്ചത്, ദ ഗ്രോത്ത് ഓഫ് ന്യൂ മാർക്കറ്റ്, സർവീസ്, ഫിനാൻഷ്യൽ ആൻഡ് കൺസ്യൂമർ. പുതിയ മാർക്കറ്റ്സൊക്കെ ഗ്ലോബലൈസേഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായി. നമ്മൾക്ക് സർവീസിലും ഫിനാൻഷ്യലിലും അതുപോലെ കൺസ്യൂമറിലും എല്ലാം പുതിയ മാർക്കറ്റ് വന്നു. ന്യൂ ആക്ടേഴ്സ് വന്നു, അതായത് പുതിയ ആളുകൾ നമ്മുടെ ഗവർണൻസിൽ വന്നു. മൾട്ടിനാഷണൽ കമ്പനീസ് വന്നു. WTO, NGOs എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ആണ്. പിന്നെ റീജിയണൽ ബ്ലോക്സ്, പോളിസി കോർഡിനേഷൻ ഗ്രൂപ്പ്സ്. അതെന്ന് പറഞ്ഞാൽ G7, G22-നെയൊക്കെയാണ് പോളിസി കോർഡിനേഷൻ ഗ്രൂപ്പ്സ് ആയിട്ടൊക്കെ നമ്മളിവിടെ പറയുന്നത്. അതുപോലെ ന്യൂ റൂൾസ് ആൻഡ് നോംസ് വന്നു. ന്യൂ ക്വിക്കർ ആൻഡ് ഇൻഎക്സ്പെൻസീവ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സച്ച് എസ് ഇൻ്റർനെറ്റ്, സെൽഫോൺ, ഫാക്സ്, കമ്പ്യൂട്ടർ. ഇതെല്ലാം ഗ്ലോബലൈസേഷൻ നടന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിൽ. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് ഗ്ലോബലൈസേഷനാണ്. അതിന് എക്കണോമിക് പെർസ്പെക്റ്റീവും ഉണ്ട്, അതുപോലെ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവും ഉണ്ട്. എക്കണോമിക് പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ എക്കണോമിക്സിൽ ഗ്ലോബലൈസേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഇൻ എക്കണോമിക്സ്, ഗ്ലോബലൈസേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഇൻ വിച്ച് ബിസിനസ് ഓർഗനൈസേഷൻസ് ആൻഡ് കൺട്രീസ് ബിഗിൻ ഓപ്പറേറ്റിംഗ് ഓൺ ആൻ ഇൻ്റർനാഷണൽ സ്കെയിൽ. എക്കണോമിക്സിൽ ഗ്ലോബലൈസേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ബിസിനസ്സും ഓർഗനൈസേഷൻസും കൺട്രീസും എല്ലാം ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നതിനെ നമുക്ക് എക്കണോമിക്സിലെ ഗ്ലോബലൈസേഷനായിട്ട് കണക്കാക്കാം. അതുപോലെ ഈ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ മോഡേൺ ഡേ ഗ്ലോബലൈസേഷൻ നിയോ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ശാഖയായിട്ടാണ് പറയുന്നത്. അത് എന്തിന് കാരണമാക്കുന്നു, ഫ്ലെക്സിബിൾ അക്യുമുലേഷൻ, അതായത് ഒരു ഫ്ലെക്സിബിൾ അക്യുമുലേഷൻ ഉണ്ടാകുന്നു. ഇൻഫോർമേഷൻ ടെക്നോളജിയിലും കമ്മ്യൂണിക്കേഷനിലും എല്ലാം അഡ്വാൻസ്മെൻറ്റ് വന്നതോടുകൂടി അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അക്യുമുലേഷന് കാരണമാകുന്നു. അതുപോലെ facilitates instantaneous cross-border of financial flows and coordination and hugely reduces spatial barriers. നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ട്രേഡ് ബാരിയേഴ്സ്. എക്കണോമിക്സിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ട്രേഡ് ബാരിയേഴ്സിനെ റിമൂവ് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ ഇൻ എക്കണോമിക് പെർസ്പെക്റ്റീവ് ഗ്ലോബലൈസേഷൻ
is termed as transnational practices. Transnational practices എന്ന് പറഞ്ഞാൽ പ്രാക്ടീസസ് ദാറ്റ് ക്രോസ്ഡ് സ്റ്റേറ്റ് ബൗണ്ടറീസ് വിത്തൗട്ട് നെസസറിലി ഒറിജിനേറ്റിംഗ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. അതാണ് എക്കണോമിക് പെർസ്പെക്റ്റീവ്. നമുക്കത് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് ട്രേഡ് ബാരിയേഴ്സ്, പ്രൊമോഷൻ ഓഫ് FDI, എൻട്രി ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ്. ഇൻ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ കൾച്ചറൽ ഗ്ലോബലൈസേഷൻ എന്താണെന്ന് നോക്കാം. കൾച്ചറൽ ഗ്ലോബലൈസേഷൻ റെഫേഴ്സ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ഐഡിയാസ്, മീനിങ്സ് ആൻഡ് വാല്യൂസ് അറൗണ്ട് ദ വേൾഡ് ഇൻ സച്ച് എ വേ ആസ് ടു extend and intensify social relations. സോഷ്യൽ റിലേഷൻസിനെ എക്സ്റ്റെൻഡ് ചെയ്യാനും ഇൻറ്റൻസിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ട്രാൻസ്മിഷൻ ഓഫ് ഐഡിയാസ്, മീനിങ്സ് ആൻഡ് വാല്യൂസ്, ഐഡിയാസും മീനിങ്സും വാല്യൂസും ട്രാൻസ്മിഷൻ ചെയ്യുന്നതിനെ നമുക്ക് കൾച്ചറൽ ഗ്ലോബലൈസേഷനായിട്ട് പറയാം. ദ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ 3 പേര് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 പേരുടെ വർക്കിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാവും. ഗിഡൻസ്, റോബർട്ട്സൺ ആൻഡ് വോട്ടേഴ്സ്. സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ റോബർട്ട്സൺ, ഗിഡൻസ് ആൻഡ് വോട്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മോഡേണിറ്റി ബൈ ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷൻ. അതൊരു ടൈം സ്പേസ് ഡിസ്റ്റൻസിയേഷനിലൂടെ വന്ന ഒരു മോഡേണിറ്റി ആയിട്ടാണ്, പ്രോഡക്റ്റ് ഓഫ് മോഡേണിറ്റി ആയിട്ടാണ് അവർ കണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോസസ്സസ്, എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ, technological, institutional that contribute to the relationship between societies and individuals around the world. അതിനെ നമുക്കൊരു കൂട്ടം പ്രോസസ്സായിട്ട് നമുക്ക് പറയാം. സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവിനെ നമുക്ക് ഗ്ലോബലൈസേഷന് ഒരു സെറ്റ് ഓഫ് പ്രോസസ്സായിട്ട് പറയാം. അതെന്ന് പറഞ്ഞാൽ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ, ടെക്നോളജിക്കൽ, അത് എന്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് വെച്ചാൽ ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് അറൗണ്ട് ദ വേൾഡ്. ഈ ലോകത്തിലുള്ള ഇൻഡിവിജ്വൽസും സൊസൈറ്റീസും തമ്മിലുള്ള റിലേഷൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ ട്രാൻസ്മിഷൻ ഓഫ് ഐഡിയാസ്, മീനിങ്സ് ആൻഡ് വാല്യൂസ് അറൗണ്ട് ദ വേൾഡ് ഇൻ സച്ച് എ വേ ടു എക്സ്റ്റെൻഡ് ആൻഡ് ഇൻറ്റൻസിഫൈ സോഷ്യൽ റിലേഷൻസ്. അതുപോലെ ഗ്ലോബലൈസേഷൻ ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് കൾച്ചറൽ വാല്യൂസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് ദ കൺവേർജൻസ് ഓഫ് ട്രഡീഷൻസ്. അതായത് പല രാജ്യങ്ങൾ തമ്മിലുള്ള കൾച്ചറൽ വാല്യൂസിൻ്റെ എക്സ്ചേഞ്ചിനും ട്രഡീഷൻസിൻ്റെയൊക്കെ ഒരു ചുരുങ്ങലായിട്ട് നമുക്ക് ഗ്ലോബലൈസേഷനെ കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എക്കണോമിക് പെർസ്പെക്റ്റീവും സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവും ഗ്ലോബലൈസേഷൻ്റെ കോൺസെപ്റ്റും. അടുത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷനും സ്റ്റേറ്റുമാണ്. ഗ്ലോബലൈസേഷൻ സ്റ്റേറ്റ് വരുമ്പം കണക്ട് ചെയ്ത് വരുമ്പം സ്റ്റേറ്റിലെ ഗ്ലോബലൈസേഷൻ കാരണം എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കും നോക്കാം. അതായത് ഗ്ലോബലൈസേഷൻ നടന്നതിൻ്റെ ഭാഗമായിട്ട് റോൾ ബാക്ക് ഓഫ് സ്റ്റേറ്റ് തിരിഞ്ഞു, അതായത് തിരിച്ചുപോയി എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞത്. അതായത് എക്കണോമിക് ഫങ്ഷൻസ് എല്ലാം മാർക്കറ്റാണ് ഗ്ലോബലൈസേഷൻ നടന്നതിന് ശേഷം നമ്മുടെ എക്കണോമിക് ഫങ്ഷൻസ് എല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൻ്റെ റോൾ എന്താണ്? റോൾ ബാക്കായി പഴയതുപോലെ ബാക്കിലോട്ട് പോയെന്നാണ് പറയുന്നത്. അതായത് സ്ട്രിങ്കിങ് ഓഫ് ദി സ്റ്റേറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എൻലാർജ്മെൻറ്റ് ഓഫ് ദ മാർക്കറ്റ്. സ്റ്റേറ്റ് ചുരുങ്ങുന്നത് എന്തിന് വളരാനുള്ള സാഹചര്യമായി? എൻലാർജ്മെൻറ്റ് ഓഫ് മാർക്കറ്റ് വളരാനായിട്ട് സാധിച്ചു. അതുപോലെ ഈ ഗ്ലോബലൈസേഷൻ്റെ വരവ് ഗ്ലോബലി ബ്രോട്ട് എബൌട്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി സ്റ്റേറ്റ്. ഗ്ലോബലി തന്നെ സ്റ്റേറ്റിൻ്റെ ട്രാൻസ്ഫോർമേഷന് കാരണമായി. ഇറ്റ് ചേഞ്ച്ഡ് the complexion of the state from welfare state to a competition state that favors deregulation and പ്രൈവറ്റൈസേഷനും ഡീറെഗുലേഷനും ഫേവർ ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ സ്റ്റേറ്റായിട്ട് ആദ്യം നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു അതായത് ആ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് ഒരു വെൽഫെയർ ക്ഷേമരാഷ്ട്രമായിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അതിനെ ഒരു കോമ്പറ്റീഷൻ സ്റ്റേറ്റ്, അതായത് ഡീറെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം നീക്കലെന്നാണ്. ഈ നിയന്ത്രണമൊക്കെ നീക്കുന്നതും അതുപോലെ പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നതാണ് പ്രൈവറ്റൈസേഷൻ, അതായത് സ്വകാര്യവൽക്കരണം. ഇതിനെയൊക്കെ ഫേവർ ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ സ്റ്റേറ്റായിട്ട് നമ്മുടെ വെൽഫെയർ സ്റ്റേറ്റ് മാറി.
അതുപോലെ ദ സ്പേസ് ഫോർ സിറ്റിസൺ ഇൻവോൾവ്മെൻറ്റ് സീ ടു ബി സ്ട്രിങ്കിങ് വിത്ത് ഓൾ സ്റ്റേറ്റ് ബിക്കമിങ് കോർപ്പറേറ്റ് ഇൻ നേച്ചർ. ആ കോമ്പറ്റീഷൻ സ്റ്റേറ്റ് പിന്നെ മാറുന്നതെന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് നേച്ചറിലോട്ടാണ് വരുന്നത്. ഈ കോർപ്പറേറ്റ് നേച്ചർ ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇൻവോൾവ്മെൻറ്റ് ഓഫ് സിറ്റിസൺസ്, അതായത് പൗരന്മാർക്ക് സ്റ്റേറ്റിൽ ഉള്ള ഇൻവോൾവ്മെൻറ്റ് എന്തായി, ഷ്രിങ്കിങ് ആയി, വളരെ ചുരുങ്ങിയാണ് പറഞ്ഞത്. മാർക്കറ്റൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഡിസ്മാൻഡലിംഗ് ഓഫ് ലാർജ് ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ, ഇൻട്രൊഡക്ഷൻ ഫ്ലെക്സിബിൾ പ്രൊഡക്ഷൻ സിസ്റ്റം, ലെസനിങ് ഓഫ് കൺട്രോൾ ഓൺ പബ്ലിക് ഗുഡ്സ് ബൈ നേഷൻ സ്റ്റേറ്റ് പ്രിഫേഴ്സ് ഫോർ എ ഗവൺമെൻറ് ഗൈഡഡ് ബൈ മാർക്കറ്റ് ഫിനോമിന. ഇത് ചെയ്തു മാർക്കറ്റൈസേഷൻ ഉണ്ട്. ഇതിൻ്റെയൊക്കെ മാർക്കറ്റൈസേഷൻ, അഡ്മിനിസ്ട്രേഷനിൽ മാർക്കറ്റൈസേഷൻ കൊണ്ടുവന്നു. അപ്പോഴെന്ത് ചെയ്തു, ലാർജ് ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചേഴ്സ്, ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ തകർന്നു. അതുപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്ലെക്സിബിൾ പ്രൊഡക്ഷൻ സിസ്റ്റം, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഉൽപ്പാദന സിസ്റ്റംസൊക്കെ കൊണ്ടുവന്നു. പിന്നെ പബ്ലിക് ഗുഡ്സിലുള്ള, അതായത് പൊതു ഗുഡ്സിലുള്ള നേഷൻ സ്റ്റേറ്റിൻ്റെ കൺട്രോള് കുറച്ചു. അതായത് ഈ സ്റ്റേറ്റ് ഈ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇത് വളരെ കുറച്ചു വന്നു. സ്റ്റേറ്റിൻ്റെ കൺട്രോളൊക്കെ വളരെ കുറച്ചു. അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തു, ബിസിനസ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തു, മാർക്കറ്റിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ മാർക്കറ്റ് ഫിനോമിന കൊണ്ട് ഗവൺമെൻറ്റിനെ ഗൈഡ് ചെയ്തു. മാർക്കറ്റ് ഫിനോമിനയാണ് പിന്നെ ഗവൺമെൻറ്റിനെ ഗൈഡ് ചെയ്തതെന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ഇൻ ഗ്ലോബലൈസേഷൻ ടേക്സ് സെവറൽ ഫോംസ്. അതായത് ഗ്ലോബലൈസേഷനിൽ സ്റ്റേറ്റിൻ്റെ ഇടപെടൽ 3 രീതിയിലായിട്ടാണ് പറയുന്നത്. ഫങ്ഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് സ്ട്രാറ്റജിക്. ഫങ്ഷണൽ ഇൻ്റർവെൻഷൻ സീക്ക് ടു റെമഡി മാർക്കറ്റ് ഫെയിലിയേഴ്സ്. മാർക്കറ്റ് ഫെയിലിയേഴ്സ് ഉണ്ടാകുമ്പോൾ റെമഡീസ് കണ്ടെത്തുന്നതിനാണ് ഫങ്ഷണൽ ഇൻ്റർവെൻഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ടു ഗവൺ ദ മാർക്കറ്റ് ബൈ സെറ്റിലിംഗ് റൂൾസ് ഓഫ് ഗെയിംസ് ഫോർ മാർക്കറ്റ് പ്ലേസ്. അതായത് മാർക്കറ്റിൽ റൂൾസ് കൊണ്ടുവന്നു, അതായത് ഗെയിമിൻ്റെ റൂള് പോലുള്ള റൂൾസ് കൊണ്ടുവന്നു മാർക്കറ്റ് പ്ലേയേഴ്സിന് വേണ്ടിയിട്ട്. അതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ സ്ട്രാറ്റജിക് ഇൻവെൻഷൻ സീക്ക് ടു ഗൈഡ് ദ മാർക്കറ്റ്. മാർക്കറ്റിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു സ്ട്രാറ്റജിക് ഇൻവെൻഷൻ കൊണ്ടുവന്നു. ഇത് 3ഉമാണ് ഗ്ലോബലൈസേഷനിൽ സ്റ്റേറ്റ് നടത്തിയ ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ ആൻഡ് ദ സ്റ്റേറ്റിൽ ഗ്ലോബലൈസേഷൻ കാരണം സ്റ്റേറ്റിൻ്റെ റോൾ എങ്ങനെ ചേഞ്ച് ആയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഒരു ഡൂവർ ഉള്ള ഒരു പദവിയിൽ നിന്നും സ്റ്റേറ്റ് ഒരു ഫെസിലിറ്റേറ്ററോ അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററോ ആയിട്ട് മാറി. ആദ്യം അത് വെൽഫെയർ സ്റ്റേറ്റ് ആയിരുന്നു, അത് പിന്നെ കോമ്പറ്റീഷൻ സ്റ്റേറ്റായി, അത് പിന്നെ കോർപ്പറേറ്റ് സ്റ്റേറ്റായി. ഇപ്പോൾ കോർപ്പറേറ്റ് ആണ് അതിൻ്റെ നേച്ചർ എന്ന് നമുക്ക് പറയാം. ഗ്ലോബലൈസേഷനും സ്റ്റേറ്റും അത്രയേ ഉള്ളൂ. ഇനി ഗ്ലോബലൈസേഷൻ ആൻഡ് ദ മാർക്കറ്റ്. ഗ്ലോബലൈസേഷൻ എൻലാർജസ് ബോത്ത് സ്പേസ് ആൻഡ് സ്കോപ്പ് ഫോർ മാർക്കറ്റ്. മാർക്കറ്റിനുള്ള സ്പേസും സ്കോപ്പും എല്ലാം വളരെ വലുതാക്കി കൊടുത്തു ഗ്ലോബലൈസേഷൻ. അതിൽ റോൾ ഓഫ് സ്റ്റേറ്റ് ഷ്രിങ്കായി. ഇറ്റ് ഇൻഡെക്സ് മാർക്കറ്റ് വേൾഡ് വൈഡ് ആൻഡ് ബിഹേവിയർ ഓഫ് എക്കണോമിക് ഏജൻസ് ഇൻ ഫേവർ ഓഫ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ ഫേവർ അനുസരിച്ച് നമ്മുടെ എക്കണോമിക് ഏജൻസിൻ്റെ ബിഹേവിയറിൽ മാറ്റം വരുത്താനും അതുപോലെ വേൾഡ് വൈഡ് ആയിട്ടുള്ള മാർക്കറ്റിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഗ്ലോബലൈസേഷന് സാധിച്ചു. The market is organized on the basis of principle of demand and supply, competition and self-regulation. അതായത് മാർക്കറ്റ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തതെന്ന് വെച്ചാൽ ബേസിസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഡിമാൻഡേയും സപ്ലൈയുടെ കാര്യത്തിലും ഓർഗനൈസ് ചെയ്തു. അതുപോലെ ദ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ ഡിറ്റർമൈൻഡ് ബൈ പ്രോഫിറ്റ് മോട്ടീവ്. ലാഭം കണ്ടുകൊണ്ടാണ് ഈ മാർക്കറ്റ് ഓപ്പറേഷൻസ് എല്ലാം തീരുമാനിച്ചിരുന്നത്. ദ ഗ്ലോബൽ മാർക്കറ്റ് ഈസ് ബെറ്റർ ഡിസ്ക്രൈബ്ഡ്. അതായത് ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ആവിർഭാവത്തിന് കാരണമായി. ഒരു ഗ്ലോബൽ മാർക്കറ്റ് എന്നൊരു ഉയർന്നു വന്നു, ഒരു ആശയം ഉയർന്നു വന്നു. ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എ പ്ലേസ് ബിയോണ്ട് ജിയോ പൊളിറ്റിക്കൽ ബോർഡേഴ്സ് ട്രാൻസെൻഡിങ് കൺട്രോൾ ഓഫ് നേഷൻ സ്റ്റേറ്റ്. അതായത് നമ്മുടെ ഈ ജോഗ്രഫിക്കൽ പൊളിറ്റിക്കൽ ബോർഡേഴ്സിന് എല്ലാം അപ്പുറത്തായിട്ട് ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഉയർച്ചയ്ക്ക് ഗ്ലോബലൈസേഷൻ കാരണമായി. അതുപോലെ the existence of global market erased domestic boundaries and integrated national financial market. നാഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിനെ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതുപോലെ ഈ ഡൊമസ്റ്റിക് ബൗണ്ടറീസ് എല്ലാം ഇറൈസ് ചെയ്തു ഈ ഗ്ലോബൽ മാർക്കറ്റ്. പിന്നെ ഗ്ലോബലൈസേഷൻ എന്തിനെല്ലാം റിസൾട്ട് ചെയ്തെന്ന് വെച്ചാൽ ഗ്ലോബലൈസേഷൻ ഹാസ് റിസൾട്ടഡ് ഇൻ ഗ്രേറ്റർ ഫ്രീഡം ഓഫ് ചോയ്സ് ഫോർ ഇൻഡിവിജ്വൽസ് ടു ബൈ, സെൽ, ഇൻവെസ്റ്റ്, ഒബ്റ്റെയിനിങ് ഇൻപുട്ട് ഫ്രം ദ മാർക്കറ്റ് എക്കോണമി.
ഒരു ഗ്രേറ്റർ ഫ്രീഡം ഓഫ് ചോയ്സ് കൊണ്ടുവന്നു. ജനങ്ങൾക്കിടയിൽ ഒരു ഗ്രേറ്റർ ഫ്രീഡം ഓഫ് ചോയ്സ്, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനും വിൽക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി മാർക്കറ്റ് എക്കോണമിയിൽ. അതുപോലെ opportunities to diversify risk and invest resources where returns are the highest. അതായത് റിട്ടേൺ, നമുക്ക് വരുന്ന വരവിനെ നോക്കിയിട്ട് നമുക്ക് എന്തിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ, ഏത് റിസോഴ്സസിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതുപോലെ ഹയർ ഇൻകം ടു ദോസ് എംപ്ലോയ്ഡ് ഇൻ ജോബ്സ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന, സർവീസ് ചെയ്യുന്ന, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോബിലുള്ളവർക്ക് വളരെ വലിയൊരു ഹയർ ഇൻകം കിട്ടി. അതുപോലെ ഇൻവേർട്ട് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഉണ്ടായി. ഈ 4 പോയിൻ്റ് എഴുതണം. അത് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലോബലൈസേഷൻ ആൻഡ് സിവിൽ സൊസൈറ്റിയിലേക്കാണ് പോകുന്നത്. ഗ്ലോബലൈസേഷൻ സിവിൽ സൊസൈറ്റിയും എന്താണെന്ന് നോക്കാം. Globalization is a compelling force driven by multinational corporations or global companies through high-speed mass communication, subverting and limiting powers of the nation-state, as well as subjugating individuals to unidentifiable and remote sites of control. അതായത് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അതൊരു മൾട്ടിപ്പിൾ കോർപ്പറേഷൻസും ഗ്ലോബൽ കമ്പനീസും നയിക്കുന്ന ഒരു ഫോഴ്സാണ്. അത് എന്താണ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ആ ഫോഴ്സ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഹൈ സ്പീഡ് മാസ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അങ്ങനെ ഒരു ഫോഴ്സ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. അത് എന്തിന് കാരണമാകുന്നു എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റിൻ്റെ പവറിനെ കുറയ്ക്കാനും അതുപോലെ നമ്മളെല്ലാം നിയന്ത്രിക്കാനും കാരണമാകുന്നു. നമ്മളെ ഓരോ വ്യക്തികളെയും, അതായത് ഇപ്പം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളെ തന്നെ നയിക്കുന്നത് ഫേസ്ബുക്ക് പോലെയുള്ള, യൂട്യൂബ് പോലെയുള്ള, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലെയുള്ള കുറേ സോഷ്യൽ മീഡിയാസാണ്. അത് അവർക്ക് എങ്ങനെ സാധിച്ചു? അതായത് ഈ ഹൈ സ്പീഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വഴി ആ ഒരു ഫോഴ്സാണ് നമ്മളെ, ഈ മൾട്ടിനാഷണൽ കമ്പനീസ് കൊണ്ടുപോകുന്ന ഒരു ഫോഴ്സാണ് നമ്മളെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗ്ലോബലൈസേഷൻ അബറ്റ്സ് വിത്ത് ദ റിച്ച് ടു മേക്ക് ദം റിച്ച്. അതായത് ഈ ഗ്ലോബലൈസേഷൻ പണമുള്ളവരെ പിന്നെയും പണക്കാരാക്കി, അതുപോലെ പാവപ്പെട്ടവർ പിന്നെയും ദാരുണ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കണ്ടീഷൻ കൊണ്ടുവന്നു. അതുപോലെ ഗ്ലോബലൈസേഷൻ കാരണം നമുക്ക് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ് ഉണ്ടായി. അതായത് ലാൻഡ്, എയർ, വാട്ടർ, കൾച്ചറൽ ഡീഗ്രഡേഷനും ഉണ്ടായി. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് സിവിൽ സൊസൈറ്റി എന്ന കോൺസെപ്റ്റ് ഉയർന്നു വരുന്നത്. Civil society emerged in the context to express and protect themselves from the influence of remote forces. ഈ ഫോഴ്സസിൻ്റെ സ്വാധീനത്തിൽ നിന്നും പ്രൊട്ടക്ഷനും അതുപോലെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് സിവിൽ സൊസൈറ്റീസ് എമർജ് ചെയ്തത്. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം, അതാണ്. സിവിൽ സൊസൈറ്റി റെഫേഴ്സ് ടു ദ ഡൊമൈൻ ലൈങ് ബിറ്റ്വീൻ എക്കോണമി ആൻഡ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെയും എക്കോണമിക്കും ഇടയിലുള്ളൊരു ഡൊമൈനായിട്ടാണ് നമുക്ക് സിവിൽ സൊസൈറ്റിയെ പറയാൻ കഴിയുക. മെയ്ഡ് അപ്പ് ഓഫ് മൾട്ടിപ്പിൾ സ്ഫിയേഴ്സ് ഇൻക്ലൂഡിങ് ഇൻറ്റിമേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അസോസിയേഷൻസ്, സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആൻഡ് ഫോംസ് ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻസ്. ഈ സിവിൽ സൊസൈറ്റിയിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് ഈ സിവിൽ സൊസൈറ്റിയിൽ. അതിന് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഫാമിലി പോലുള്ള ഇൻറ്റിമേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൽ അസോസിയേഷൻസ് ഉണ്ട്, വോളണ്ടറി അസോസിയേഷൻ ഉണ്ട്, സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ ഫോംസ് ഓഫ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സമ്മാണ് ഈ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. സിവിൽ സൊസൈറ്റി തിയറിറ്റിക്കലി ഫാർ റിമൂവ്ഡ് ഫ്രം ദി സ്റ്റേറ്റ്. തിയറിറ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ സിവിൽ സൊസൈറ്റി വളരെ ദൂരത്തിലാണ് സ്റ്റേറ്റിൽ നിന്ന്. പക്ഷേ ഓപ്പറേറ്റ് അണ്ടർ ഫോമർ റൂൾസ് ഫ്രെയിംഡ് ബൈ ദ സ്റ്റേറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഫോമർ റൂൾസിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സിവിൽ സൊസൈറ്റി ഈസ് എ collection of social organizations such as economic organizations, cultural organizations, informal and educational associations, industry-based organizations, development organizations. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സോഷ്യൽ ഓർഗനൈസേഷൻസ് ചേരുന്നതാണ്. അതായത് ഒരു കൂട്ടം സാമൂഹ്യ സ്ഥാപനങ്ങൾ ചേരുന്നതാണ് സിവിൽ സൊസൈറ്റി എന്ന് നമുക്ക് പറയാം. അതിലാണെങ്കിൽ എക്കണോമിക് ഓർഗനൈസേഷൻസ് ഉണ്ട്, കൾച്ചറൽ ഓർഗനൈസേഷൻസ്, കൾച്ചറൽ എന്ന് പറയുമ്പോൾ റിലീജിയസും വരും, ഇൻഫോർമൽ ആൻഡ് എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻസ് ഉണ്ട്, പിന്നെ ഇൻഡസ്ട്രി ബേസ്ഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, എക്സെട്ര. അതുപോലെ ദേ ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് ഗോൾ ടു ഇൻഫ്ലുവൻസ് ദ സ്റ്റേറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദെയർ മെമ്പേഴ്സ്. അതിലുള്ള ആളുകളുടെ
ബിഹാഫിൽ ഇവർക്ക് ഒരു സ്റ്റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക എന്നതാണ് ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ട്രീറ്റഡ് അക്യൂൻ ടു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, അതായത് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമാണ്. NGOs ആർ പാർട്ട് ഓഫ് സിവിൽ സൊസൈറ്റി. ഈ NGOs എൻഗേജ് ഇൻ എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. NGOs എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആണ്. നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ അല്ലാത്ത സ്ഥാപനങ്ങൾ. അവർ എന്തൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റും സോഷ്യൽ ഇഷ്യൂസിലെല്ലാം ഇടപെടും. അടുത്ത് നമ്മൾ പറയുന്നത് ഒരു ഗ്ലോബൽ സിവിൽ സൊസൈറ്റി എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ഗ്ലോബൽ സിവിൽ സൊസൈറ്റി വാസ് ഫോംഡ് ഫ്രം NGO. ഈ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ നിന്നാണ് ഗ്ലോബൽ സിവിൽ സൊസൈറ്റി ഫോം ചെയ്തത്. അതായത് കൺവേർജൻസ് ഓഫ് ലോക്കൽ NGOs അറ്റ് ഗ്ലോബൽ ലെവൽ. ലോക്കൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഗ്ലോബൽ ലെവലിൽ ഒത്തുചേർന്നതാണെന്ന് നമുക്ക് പറയാം. ഇൻ ഓർഡർ ടു അറ്റൈൻ കോമൺ ഗോൾസ് ആൻഡ് ടു ഓവർകം സ്പേഷ്യൽ സെപ്പറേഷൻസ്. അതായത് കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും അതുപോലെ ഈ സ്ഥലം കൊണ്ടുള്ള സെപ്പറേഷൻസ് എല്ലാം ഓവർകം ചെയ്ത് മുന്നേറാനും, ഈ ഗ്ലോബലൈസേഷൻ കാരണം നമുക്കുണ്ടായ പ്രോബ്ലംസിൽ നിന്നെല്ലാം നമുക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ സിവിൽ സൊസൈറ്റിയും അതുപോലെ NGOs, പിന്നെ ഗ്ലോബൽ സിവിൽ സൊസൈറ്റി എന്നൊക്കെ പറയുന്നത്. ഗ്ലോബൽ സിവിൽ സൊസൈറ്റി ഈസ് ദ വാസ്റ്റ് അസംബ്ലൻസ് ഓഫ് ഗ്രൂപ്പ്സ് ഓപ്പറേറ്റിംഗ് അക്രോസ് ബോർഡേഴ്സ് ആൻഡ് ബിയോണ്ട് ദ റീച്ച് ഓഫ് ഗവൺമെൻറ്. ഈ ഒരു വാസ്റ്റ് അസംബ്ലൻസ് ഓഫ് ഗ്രൂപ്പ്സ് ആണെന്ന് നമുക്ക് പറയാം ഗ്ലോബൽ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അത് ഓപ്പറേറ്റിംഗ് ക്രോസ് ബോർഡേഴ്സിനൊക്കെ അപ്പുറത്താണ്, അതുപോലെ ഗവൺമെൻറ് റീജിയനും അപ്പുറത്താണ് നമുക്ക് പറയാം. ഗ്ലോബൽ സിവിൽ സൊസൈറ്റിയെ സൊസൈറ്റി ഓഫ് സൊസൈറ്റീസ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ഈ സിവിൽ സൊസൈറ്റീസ് പ്രൊവൈഡ്സ് സിവിക് ഐഡൻറ്റിറ്റി, ബിലോങ്സ് ടു വേരിയസ് ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺസ് ആൻഡ് ആക്ട് ആസ് എ മീഡിയേറ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റ്. സ്റ്റേറ്റിനും മാർക്കറ്റിനും ഇടയിൽ ഒരു മീഡിയേറ്റിംഗ് ലിങ്ക് ഈ സിവിൽ സൊസൈറ്റി നിൽക്കുന്നത്. അതുപോലെ ഒരു സിവിക് ഐഡൻറ്റിറ്റി കൊടുക്കുന്നുണ്ട് അതിലുള്ള എല്ലാ സിറ്റിസൺസിലും. അതുപോലെ ഗ്ലോബലൈസേഷൻ പ്രൊവൈഡ്സ് ദ കോസ് ഫോർ ഗ്രോത്ത് ഓഫ് CGS. അതായത് ഗ്ലോബൽ സിവിൽ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് കാരണമായത് ഗ്ലോബലൈസേഷനാണ്. സിവിൽ സൊസൈറ്റി ഓർ ഗ്ലോബൽ സിവിൽ സൊസൈറ്റി എയിം ടു റെമഡി ഇൻഇക്വാളിറ്റീസ് കോസ്ഡ് ബൈ ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ കാരണമുണ്ടായ ഇൻഇക്വാളിറ്റികൾക്കെല്ലാം റെമഡീസ് കണ്ടെത്തുക എന്നതാണ് അവരുടെ എയിം. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, അതുപോലെ ഹ്യൂമൻ റൈറ്റ്, സപ്പോർട്ട് ഫോർ എഡ്യൂക്കേഷൻ, പ്രൊമോഷൻ ഓഫ് വുമൺ ആർ ദ എയിംസ് ഓഫ് സിവിൽ സൊസൈറ്റി. ഇതൊക്കെയാണ് സിവിൽ സൊസൈറ്റിയുടെ എയിം എന്ന് പറയുന്നത്. അപ്പം സിവിൽ സൊസൈറ്റി, ഗ്ലോബലൈസേഷൻ, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം കണ്ടിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആദ്യം നിങ്ങൾ ഗ്ലോബലൈസേഷൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് എഴുതുക, ഒരു ഡെഫിനിഷനെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് എക്കണോമിക് പെർസ്പെക്റ്റീവും സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവും അറിയാമെങ്കിൽ അത് ഒരു 2 സെൻറ്റൻസിൽ അതിനെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം ഇപ്പം ഗ്ലോബലൈസേഷൻ ആൻഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യനിലേക്ക് വരിക. അതിനുശേഷം ഒരു കൺക്ലൂഷൻ, നിങ്ങളുടേതായ ആശയങ്ങൾ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലായതെന്ന് പറഞ്ഞ് കൺക്ലൂഷൻ കൊടുക്കുക. 20 മാർക്കിൻ്റെ എസ്സേക്ക് അങ്ങനെ ഒരു പാറ്റേണിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഈ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു കമൻറ്റും ലീവ് ചെയ്യണം. താങ്ക് യു.